NIOS +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 6 ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഈ ഭാഗത്ത് 3 അധ്യായങ്ങളാണുള്ളത്. ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഉറപ്പായ ഒരു ചോദ്യം ഈ മേഖലയിലുണ്ട്. ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് USA ആൻഡ് റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഇന്ത്യയുടെ ബന്ധം. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്, ഇന്ത്യയുടെ ചൈന, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക, ഈ 3 അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ 6 ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്താം. പ്രധാനമായും 4 പോളിസികളാണ് നമുക്കുള്ളത്. അതിലൊന്നാമത്തെയാണ് പഞ്ചശീല തത്വം. 1954 ഇന്ത്യ സ്വീകരിച്ച നിയമം. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട 5 നിയമങ്ങളുണ്ട്. 1, മറ്റു രാജ്യങ്ങളുടെ അതിർത്തിയും അവരുടെ ഭരണാധികാരവും നമ്മൾ ബഹുമാനിക്കുക. 2, പരസ്പരം ആക്രമിക്കാതിരിക്കുക. 3, മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. 4, പരസ്പരം ഗുണകരമാകുന്ന രീതിയിൽ പെരുമാറുക. 5, പീസ്ഫുൾ കോ അസിസ്റ്റൻസ്, അതായത് പരസ്പര സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നോൺ അലൈൻമെൻ്റ് ആണ്. വിദേശ നയത്തിലെ 2ാമത്തെ പോയിൻ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിലോ നമ്മൾ കൂടിച്ചേരാതെ തനിയെ നിൽക്കുന്ന ഒരു സംവിധാനം. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതസമരം നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ധ്രുവത്തോടൊപ്പം ആയിരുന്നില്ല നിലനിന്നിരുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതായിരുന്നു. വിദേശ നയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കോളനി വൽക്കരണത്തിനെതിരെയും വംശീയ പ്രവർത്തനങ്ങൾക്കെതിരെയുമൊക്കെ നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിച്ചത്. ഇനി ഈ മേഖലയിലെ 4ാമത്തെ പോയിൻ്റാണ് സ്ട്രെങ്തനിങ് ഓഫ് UN, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശക്തീകരണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് പോരാടുക അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് US റിലേഷൻ, ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധം. ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ ആരംഭിക്കുന്നത് 1941 അതിനൊരു കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടൻ വേൾഡ് വാർ കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണാധികാരമുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കുവാനായിട്ട് 100% ഉറപ്പ് നൽകും എന്നായിരുന്നു അമേരിക്ക വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ഇന്ത്യ ഹിറ്റ്ലർക്കെതിരെ നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണത്താലാണ് അമേരിക്ക ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കും എന്ന് വിശ്വസിക്കാനുണ്ടായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഇടയിൽ അമേരിക്കയ്ക്ക് നല്ല ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഇനി ശീതയുദ്ധ കാലഘട്ടത്തിൽ, ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ നിന്നിരുന്നില്ല. അമേരിക്കയുടെ കൂടെ നിൽക്കുവാനുള്ള പല കാര്യങ്ങളും ഇന്ത്യ നിരസിക്കുകയാണ് ചെയ്തത്. ഇത് അമേരിക്ക ഒരുപക്ഷെ ഇന്ത്യയെ ഒരു സൗഹൃദ രാജ്യം അല്ലാതെയായിട്ടാണ് കണ്ടിരുന്നത്. ഇനി പ്രധാനമായ ഒരു കാര്യം, 1951 ആയപ്പോഴേക്കും ഒട്ടേറെ
ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ കാര്യങ്ങളുടെ കയറ്റുമതിയെല്ലാം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണ സഹായം കൂടാതെ നല്ല രീതിയിലുള്ള ബയലറ്റേറിയലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അസിസ്റ്റൻസ്, സഹായങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അണുവായുധവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളുടെ CTBT, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, അതിനകത്ത് ഇന്ത്യ ഒപ്പ് വയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് 1999 US കോൺഗ്രസ് ഇവിടെ ഇന്ത്യക്കെതിരെ ചില സാങ്ഷൻസുകൾ, ചില നിയമങ്ങളൊക്കെ നടപ്പിലാക്കി. പക്ഷേ അവസാനം അവർ മനസ്സിലാക്കി ഇന്ത്യ ആസ് എ റെസ്പോൺസിബിൾ കൺട്രി വിത്ത് ന്യൂക്ലിയർ പവർ, അണുവായുധ പവറുള്ള ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണെന്ന് അവർ മനസ്സിലാക്കി. 1990 ആയപ്പോഴേക്കും ഒട്ടേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഉദാരവൽക്കരണത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിൽ നടത്തി. IT മേഖലയിലെ ഒട്ടേറെ ആളുകൾ ഇന്ത്യയിൽ നിന്നും US ഇപ്പോൾ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റിലേഷൻസ് വിത്ത് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും തമ്മിലുള്ള ബന്ധം. ഈ ഒരു ബന്ധം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ 1955 വിസിറ്റ് ചെയ്തതോടു കൂടിയിട്ടാണ്. അതുമാത്രമല്ല, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ പൊസിഷനുണ്ട് കാശ്മീർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. അതിലൊരു പക്ഷേ പലപ്പോഴും സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല രീതിയിലുള്ള വ്യവസായശാലകൾ, കോംപ്ലക്സുകളൊക്കെ പണിയാനായിട്ട് ഈ സോവിയറ്റ് യൂണിയൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികവും അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻസും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റീൽ പ്ലാന്റ് ബിലാരിയിൽ 1955 സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഹകരണത്തോടെ ഒരു നല്ല പ്ലാന്റ് ഇന്ത്യയിൽ ആരംഭിച്ചു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നല്ലൊരു ബന്ധം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി നവംബറിൽ 2001 വിസിറ്റ് ചെയ്തപ്പോൾ ഒട്ടേറെ നിയമങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ടെററിസം, ലോക ഭീകരർക്കെതിരെയുള്ള ചില നിയമങ്ങളൊക്കെ അന്ന് ഒപ്പുവയ്ക്കുകയുണ്ടായി. കാശ്മീർ വിഷയത്തിൽ പലപ്പോഴും ഇന്ത്യക്ക് ഒപ്പം നിന്ന ലോകത്തിലൊരു പ്രധാനപ്പെട്ട ശക്തിയാണ് റഷ്യ. അതുമാത്രമല്ല, ആ സമയത്ത് റഷ്യ മാത്രമായിരുന്നു ഇന്ത്യക്ക് ഹൈ ക്വാളിറ്റി മിലിറ്ററി എക്യുപ്മെൻറ്റ്, നല്ല രീതിയിലുള്ള മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത്. അതിന് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും റഷ്യയുമായിട്ട് നല്ല ഒരു ബന്ധം ഇന്ത്യ നിലനിർത്തിയിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കേണ്ടത്, ഇന്ത്യ ടിബറ്റ് പ്രശ്നം സമാധാനപരമായിട്ട് പരിഹരിക്കുവാനുള്ള ചില നടപടികൾ അത് ചൈനയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ചൈന ഇന്ത്യയെ പ്രശംസിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ത്യ ഒരു മീഡിയേറ്ററിൻ്റെ, ഒരു മധ്യസ്ഥതയുടെ റോൾ എടുത്തിട്ടുണ്ടായിരുന്നു കൊറിയൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് 1950. അത് ചൈനയ്ക്ക് വളരെ ഇഷ്ടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള അതിർത്തി നിർണയ രേഖ, മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു അതിർത്തി നിർണയ രേഖയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട 3 പോയിൻ്റുകളാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നമുക്കറിയാം, ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും സൗഹൃദത്തോടു കൂടി ഇരിക്കേണ്ട ഒരു രാജ്യം ഇപ്പോൾ പരസ്പരം തമ്മിൽ പോരടിക്കുകയാണ്. കാശ്മീർ ഇഷ്യൂ ആണ്, കാശ്മീർ പ്രശ്നമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതോടനുബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉള്ള
രണ്ട് രാജ്യങ്ങളാണ്. ഈ വക കാര്യങ്ങളും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാകണം. അപ്പോൾ കാശ്മീർ ഇഷ്യൂ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൻ്റെ കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ ഈ കാശ്മീർ ഇഷ്യൂ ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം. നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടാക്കേണ്ട കുറച്ച് പോയിൻ്റുകളുണ്ട്. ഇന്ത്യൻ തമിഴന്മാരുടെ പ്രശ്നങ്ങൾ ശ്രീലങ്കയിലെ, ഒരുപക്ഷെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ഘടകം. 2, തമിഴ് സെപ്പറേഷനാണ്. ശ്രീലങ്കയിലെ തമിഴ് വിഭാഗത്തിൻ്റെ ഒരു സെപ്പറേറ്റ് സ്വയംഭരണം പോലെയുള്ള കാര്യങ്ങൾ അവർ അവകാശമുന്നയിച്ചപ്പോൾ അതിൽ ഇന്ത്യ ഓഫറുടെ മിലിറ്ററി അസിസ്റ്റൻസ്, ഒരു മിലിറ്ററി സഹായമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKF ഇന്ത്യയിൽ നിന്ന് നമ്മൾ ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ സമാധാനമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി പല മേഖലകളിലും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്. വ്യവസായവുമായി ബന്ധപ്പെട്ട, കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോയിൻ്റുകളെല്ലാം നിങ്ങൾ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം കേൾക്കുക, സ്വന്തമായ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കിത് ഗുണകരമാകും. പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. ഓക്കെ, താങ്ക് യു.